ഞാൻ കൊച്ചിയിലെ വൈറ്റ് ജംഗ്ഷനിലുള്ള നൈറ്റ് ആർഗ ഹോട്ടലിലാണ്. ഇവിടുത്തെ ഷെഫ് ബിജു നല്ലൊരു പ്രിപ്പറേഷൻ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നമുക്ക് അതെന്താണ് നോക്കാം. നമ്മൾ ചെയ്യാൻ പോണ ചിക്കൻ സുപ്രീം. ഇതൊരു കോണ്ടിനെന്റൽ ഡിഷാണ്. വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ബ്ലാൻഡ് ആണോ? മസാല ഒന്നും ഇല്ലാത്ത? മസാല ഒന്നും തന്നെ ഇല്ല. ശരിക്കും വെലുത്തെ സോസിലുള്ള കുക്കിംഗ് ആണ്. വൈറ്റ് സോസ് എന്ന് പറയുന്നത്. വെലുത്തെ സോസ് ഞാൻ ഷെഫിന്റെ ഭാഗം ഇങ്ങനത്തെ നമ്മള് പേടിപ്പിക്കുകയാണ്. അതെന്താ നമുക്ക് നോക്കാം. ഈസി പണിയാണ് അല്ലേ? ഈസിയാണ്. ഒന്നാമത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ബട്ടർ, മിൽക്ക്, ഇതിന്റെ ഹെർബ് റോസ്മേരി, ഇത് റൂ എന്ന് പറയും. ഇത് നമ്മുടെ മിക്സഡ് ഹെർബ്, ചോപ്ഡ് ഗാർലിക്, ജൂലിയൻ കട്ട് ചെയ്തിരിക്കുന്ന ക്യാപ്സിക്കം, അതായത് ടൊമാറ്റോസ്, ചിക്കൻ പൗഡേഴ്സ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ബട്ടർ ആഡ് ചെയ്തു. 2 സ്പൂൺ ബട്ടറിലാണ് നമ്മൾ എന്തെങ്കിലും സോൾട്ട് ചേർക്കാണോ? ഗാർലിക് സോൾട്ടാണ് അല്ലേ? ഒരു 1 സ്പൂൺ ഗാർലിക്. നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റം സുപ്രീം ചിക്കൻ. ചിക്കൻ സുപ്രീം. നമ്മൾ വെച്ചിരിക്കുന്ന സിമൻ ജ്യൂസ്, ബെൽ പെപ്പേഴ്സ് എന്നും പറയുന്നേ, ഷിംല മിർച്ച് എന്നും പറയും, പല പേരുകളുണ്ട്. അത് ആഡ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ നമ്മള് ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രിപ്പറേഷൻ ഗ്രിൽഡ് എന്താണ് നമ്മൾ ഇതിന് പറയാറുള്ളത്? ഇതൊരു സെമി ഗ്രേവിയാണ്. സെമി ഗ്രേവിയാണ്. അതായത് സോസ്. കോണ്ടിനെന്റൽ ഇതിൽ പറയുമ്പോൾ ഒരു സോസ് ഐറ്റമാണ് അല്ലേ? ഡ്രൈ അല്ല. ഇതിൽ നമുക്ക് കുറച്ച് ഹെർബ് ആഡ് ചെയ്യാം. ആ ഹെർബ് ഫുള്ള് നമ്മള് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഹെർബ് ഫുള്ള് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ 1 സ്പൂൺ ചേർക്കണം അല്ലേ? ഹാഫ് സ്പൂൺ. എന്നിട്ട് റോസ്മേരി കുറച്ച് അഡീഷണൽ നമ്മൾ ആഡ് ചെയ്യും. റോസ്മേരിയുടെ ഫ്ലേവർ ആയിരിക്കും കുറച്ച് നല്ലോണം നിൽക്കുന്നത് അല്ലേ? അത് ഷെഫ് റൂ ആയിരിക്കും ഏജന്റ് എന്ന് പറഞ്ഞില്ലേ? അതിന്റെ റൂ ഇസ് തിക്കനിങ്. അതൊരു ഗ്രേവി തിക്കൻ ചെയ്യുന്ന, അതായത് വൈറ്റ് സോസ്. അപ്പൊ ഈ റൂ എന്ന് പറയുന്ന ആ മദർ സോസസ് വരുന്ന സാധനമല്ല? റൂ വരുന്ന മദർ സോസ് വരുന്നതാണ് വെലുത്തെ, അതായത് വൈറ്റ് സോസ്. ഓക്കെ ഓക്കെ. അപ്പൊ വെലുത്തയാണ് റൂ അല്ലേ? ഇതൊരു വെലുത്തെ ബേസ്ഡ് ഡിഷാണ്. അപ്പൊ നമ്മളിതിലേക്ക് റൂ ആഡ് ചെയ്തു. ഓക്കെ. ഈ റൂ എന്ന് പറയുന്ന സാധനം എക്സാക്ട്ലി എന്താണ്? ഇത് മൈദ, ഫ്ലോർ ആൻഡ് ബട്ടർ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. ചെയ്തെടുക്കാവുന്ന ഈസി. ചൈനീസ് ഫുഡിന്റെ തിക്കനിങ് ഏജന്റ് ആണ് കോൺഫ്ലോർ. ഓക്കെ. അതേപോലെ കോണ്ടിനെന്റലിലാണോ ഇത്? ബ്രൗൺ സോസ് ഉണ്ടാക്കുന്ന നേരം ബ്രൗൺ റൂ ഉണ്ടാക്കും. ബ്രൗൺ സോസ് ഇത് വൈറ്റ് സോസിന് വൈറ്റ് റൂ. ഇതുപോലെ വൈറ്റ്. ബ്രൗൺ സോസ് ഉണ്ടാക്കും. ബെച്ചമൽ, എസ്പാഗനൽ. തിക്കായി വരുന്നത്. ചുമ്മാ തിക്കനിങ് ഏജന്റ് എന്ന് പറയുന്നത് കുറച്ചത് ആഡ് ചെയ്ത് ആ പാലും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചത് തിക്കനിങ് കുറച്ച് കട്ടിക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആ സോസ് കുറച്ചും കൂടി മിൽക്ക് ആഡ് ചെയ്യണം അല്ലേ? ഷെഫ് പ്യോർ മിൽക്ക് ആണോ? ഇത് തീർന്നു. കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ സുപ്രീം റെഡി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ചിക്കൻ സുപ്രീം ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഡ്രൈ ഐറ്റം ആയിരിക്കും. പിന്നെ ഷെഫ് കറക്റ്റ് പറഞ്ഞു ഫസ്റ്റ് സെമി ഗ്രേവി അപ്പിയറൻസ് ഉള്ള ഒരു ഐറ്റമാണ് വൈറ്റ് സോസിലൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയാണ്. ഇവിടെ ചിക്കൻ സുപ്രീം. ഓക്കെ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേറ്റിൽ ഷെഫ് ഇവിടെ ടൊമാറ്റോസ് ഒക്കെ നല്ലോണം ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ശാലം ചിക്കപ്പനും ഉണ്ടെന്ന് പറഞ്ഞു. ചിക്കപ്പനൊന്ന് ടേസ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മള് ചിക്കൻ സുപ്രീം കിള്ളൻ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോണ്ടിനെന്റൽ മെയിൻ കോഴ്സ് ഐറ്റമാണ്. ഇതെന്താ ലാസ്റ്റ് വെച്ച സ്പ്രിംഗ് ഒനിയൻ ആണോ? ഓക്കെ. സ്പ്രിംഗ് ഒനിയൻ ഫൈനലി ടോപ്പിംഗ് മാതിരിയായിട്ട് നല്ല ഡെക്കറിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സുപ്രീം എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കണം.